ഇന്ന് ഞാനിവിടെ ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ അതിന് കുറച്ച് വലിപ്പം ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ക്യാബേജ്, 1/4 കപ്പ് പർപ്പിൾ ക്യാബേജ്, പിന്നെ എല്ലാം 1/4 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബെൽ പെപ്പേഴ്സ്, റെഡ്, യെല്ലോ, ഗ്രീൻ, ക്യാരറ്റ്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വലിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. കാരണം ഇത് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വഴണ്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഗ്രീൻ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെദ്ദാർ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചെദ്ദാർ ചീസ് ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 1/4 കപ്പ് മൊസറല്ല ചീസും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചൂടിലിരുന്ന് തന്നെ ചീസ് മെൽറ്റായി കിട്ടും. ഇനി ഇത് നല്ലതുപോലെ തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ടാണ് നമ്മളിത് ബ്രെഡിൽ ഫില്ല് ചെയ്യുന്നത്. ബ്രെഡ് എടുത്തിട്ട് ഇതിന്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ബ്രെഡിന്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഇരിക്കുന്ന ബ്രെഡ് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ബ്രെഡ് ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ സെന്ററിലേക്ക് ഈ വെജിറ്റബിൾസ് വെച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മൈദ മാവ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്ത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് ചുറ്റും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഈ ഇരിക്കുന്ന ബ്രെഡ് എല്ലാം ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ബ്രെഡ് എല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് റെഡിയായ ഉടൻ തന്നെ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് എണ്ണ കുടിക്കത്തില്ല.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കിയിരിക്കുന്ന ബ്രെഡ് പീസസ് ഇതുപോലെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് പോക്കറ്റ് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.